സിറിയയിൽ സർക്കാർ സുരക്ഷാ സൈനികയും പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ അനുകൂലികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മരണം 124ആയി. കഴിഞ്ഞ ഡിസംബറിൽ അസദ് സർക്കാർ പുറത്താക്കപ്പെട്ട ശേഷം സിറിയയിലുണ്ടാകുന്ന ഏറ്റവും രക്തരൂഷിതമായ ആക്രമണമാണ് ഇത്. ലതാക്കിയ, ടാർട്ടസ് നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അക്രമം. അസദ് അനുകൂലികളായ അലാവിറ്റ് സമുദായത്തിൽപ്പെട്ടവരും സുരക്ഷാ സൈനികരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ജബ്ലയിൽ സർക്കാർ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഒരാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതോടെയാണ് 2 ദിവസം മുമ്പ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. കൊല്ലപ്പെട്ട സുരക്ഷാ സൈനികരിൽ ഭൂരിഭാഗം പേരും മുൻ വിമതകോട്ടയായ ഇദ്ലിബിൽ നിന്നുള്ളവരാണ്. അസദിനെ പിന്തുണയ്ക്കുന്നവരുള്ള ബനിയാസ്, ജബ്ലെ, ഖർദാഹ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം സർക്കാർ കൂടുതൽ സൈനികരെ വിന്യസിപ്പിച്ചു. പ്രശ്നബാധിത പ്രദേശങ്ങളിലെല്ലാം കർഫ്യൂ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഡിസംബറിലാണ് HTSന്റെ നേതൃത്വത്തിലുള്ള വിമത സംഘം ബാഷർ അൽ അസദിനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താക്കിയത്. അസദിന്റെ പതനത്തിന് ശേഷം അസദ് ഉൾപ്പെട്ടിരുന്ന അലാവിറ്റ് വിഭാഗങ്ങൾക്കെതിരെ പല ആക്രമണങ്ങളും സുരക്ഷാസേന നടത്തിയിരുന്നു. അലാവിറ്റുകൾക്ക് നേരെയുള്ള സുരക്ഷാസേനയുടെ ആക്രമണങ്ങളെ ഇസ്രയേൽ ശക്തമായി അപലപിച്ചു. സിറിയയുടെ പ്രസിഡന്റായ അഹമ്മദ് അൽ ഷറ അൽ ഖ്വയ്ദ ഭീകരനാണെന്നും പൗരന്മാർക്കെതിരെ ഹീനകൃത്യങ്ങൾ നടത്തുകയാണെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് ആരോപിച്ചു. സിറിയയിൽ നിന്നുള്ള ഏതൊരാക്രമണത്തെയും നേരിടുമെന്ന് കട്സ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24.